ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡിക്ഷന് കറക്റ്റ് ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ സമനിലയായിരിക്കും എന്ന്. ഓക്കെ, സ്കോർ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമനിലയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും സംഭവിച്ചിട്ടുണ്ട്. കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം സമനിലയിൽ അവസാനിച്ചു. പോർച്ചുഗൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം തന്നെ പറയാൻ. കാരണം 90ാമത്തെ മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ കൊളംബിയയുടെ ഒരു കിടിലൻ ഹെഡർ ഗോൾ ഉണ്ടായിരുന്നു. അത് തലനാരയൊക്കെ എന്തോണം ഓഫ് സൈഡിൽ പോർച്ചുഗൽ രക്ഷപ്പെട്ടത്. കൊളംബിയ തന്നെയാണ് എൻ്റെ മത്സരം ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോട്ടിലായാലും പൊസിഷനിലായാലും എന്ത് ഫാക്റ്റിലായി കഴിഞ്ഞാലും കൊളംബിയ തന്നെയായിരുന്നു ഡോമിനൻസ്. പോർച്ചുഗൽ കഷ്ടിച്ച് കൊളംബിയോട് രക്ഷപ്പെട്ടതാണ്. പോർച്ചുഗലിന്റെ ഭാഗത്ത് നല്ല നല്ല അറ്റാക്ക് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോർച്ചുഗൽ അത്രയ്ക്കൊരു കളി മറന്ന മത്സരമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും കൊളംബിയ ഡോമിനേറ്റ് ചെയ്ത മത്സരമാണ്. അതായത് തുല്യ ശക്തികളുടെ മത്സരം പോലെ ഉണ്ടായിരുന്ന ഒരു മത്സരമാണ്. ഓഫ് കോഴ്സ് കൊളംബിയ ഗ്രൂപ്പിൽ 1ാം സ്ഥാനമായി നെക്സ്റ്റ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. പോർച്ചുഗൽ അവരുടെ 2ാം സ്ഥാനം. അപ്പോൾ ഈ കൊളംബിയക്ക് നെക്സ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരിക്കുക 3ാം സ്ഥാനക്കാരെയും. പോർച്ചുഗൽ നേരിടാനുള്ളത് ക്രൊയേഷ്യയായിരുന്നു. നമ്മുടെ പ്രഡിക്ഷൻ വീണ്ടും കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, പേജിനെ സപ്പോർട്ട് ചെയ്യുക.